ഒരുപാട് ആൾക്കാർ എത്രയോ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടും ഇതുവരെ മോണിറ്റൈസ് ആയിട്ടില്ല. 6 വർഷം 7 വർഷമൊക്കെ യൂട്യൂബിൽ നിന്നിട്ടും ഇതുവരെ യൂട്യൂബ് ഒരു വീഡിയോ പോലും പുഷ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഐ ജസ്റ്റ് ഗോട്ട് വെരി സാഡ്. എനിക്ക് ഇപ്പോഴും ഓരോ കമന്റ്സ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടമാവുന്നു. ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോ ഇത് 6K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, പക്ഷെ ഇതുവരെ മോണിറ്റൈസ്ഡ് ആയിട്ടില്ല എന്നുള്ള ഈ ഒരു വീഡിയോക്ക് ഒരുപാട് കമന്റ്സ് വന്നിട്ട് എക്സാക്ട് തിങ് യു വോണ്ട് ടു ഡു ടു ഗെറ്റ് മോണിറ്റൈസ്ഡ് യുവർ യൂട്യൂബ് ചാനൽ. അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതിൽ ലാസ്റ്റത്തെ ഒരു കാര്യമാണ്. അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. നമ്മളൊരു സ്മോൾ യൂട്യൂബർ ആണ്. അപ്പൊ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമുക്കിതൊന്നും ആരും പറഞ്ഞിരുന്നില്ല. എനിക്കിതൊന്നും ആരും പറഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പോഴാണ് ഞാനും ഇത് റിയലൈസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ആ വീഡിയോ ഇടുന്ന സമയത്താണ് ഞാൻ കാണുന്നത് 6000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് ഞാൻ ഇത്ര മോണിറ്റൈസേഷൻ ആയിട്ടില്ല. എന്തുകൊണ്ടാണ്? ഇൻകൺസിസ്റ്റൻസി ആണ് മേജർ സാധനം എന്ന് പറയുന്നത്. സഡൻലി എൻ്റെ വീഡിയോ ഒരു യൂട്യൂബ് ഗ്രോത്ത് വീഡിയോ അല്ലെങ്കിൽ യൂട്യൂബ് അപ്ഡേറ്റ്സ് വീഡിയോ ആക്കണം എന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ബട്ട് ഐ വാസ് സോ സാഡ്. പക്ഷെ അതെല്ലാവരും കൊണ്ട് പറ്റും. ആൻഡ് നമുക്ക് 8ന്റെ പണി എന്ന് പറഞ്ഞിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 8000 വാച്ച് അവേഴ്സ് യൂട്യൂബ് 2027 ഫെബ്രുവരി 1 മുതൽ ആക്കുന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആക്കിയിട്ടില്ല, ആക്കുന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബട്ട് അതിൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് 8000 വാച്ച് അവേഴ്സ് ആക്കുന്നുണ്ട്, അപ്പം ഇനി പറ്റൂല, നമ്മൾ ഗിവ് അപ്പ് ചെയ്യാന്ന്. ഒരിക്കലും നിങ്ങൾ ഗിവ് അപ്പ് ചെയ്ത് ഈ ഒരു 6 മാസത്തിനുള്ളിൽ നമ്മളുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് 1000 സബ്സ്ക്രൈബേഴ്സും 12 മന്ത്സിൽ ലാസ്റ്റ് ഒരു വർഷത്തിൽ 365 ഡേയ്സിൽ നമുക്ക് 4000 വാച്ച് ഓവേഴ്സും വേണം. ടോട്ടലി ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത്. ഒരുപാട് ആൾക്കാരുടെ ചാനൽസ് ഇങ്ങനെ നോക്കി, കമന്റ്സിൽ വന്ന ചാനൽസ് ഒക്കെ നോക്കി. അപ്പൊ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട്. ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾ ഇൻകൺസിസ്റ്റൻസി ആണ്. പക്ഷെങ്കിൽ ദർ ആർ സോ മെനി അതർ തിങ്സ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റോപ്പ് ചേസിങ് സബ്സ്ക്രൈബേഴ്സ്, സ്റ്റാർട്ട് ചേസിങ് വാച്ച് ഓവേഴ്സ്. നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനെ ചേസ് ചെയ്യുന്നതും നിർത്തുക. ലൈക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ, ഇത്ര സബ്സ്ക്രൈബേഴ്സ് മാത്രമേ വരുന്നുള്ളൂ, സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ ഇടുന്നത് നിർത്തരുത്. ഇപ്പോൾ നിങ്ങൾ എന്നെ നോക്ക്, ഞാനിപ്പോൾ 6000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ മോണിറ്റൈസ്ഡ് ആയിട്ടില്ല. മോണിറ്റൈസേഷൻ എത്താനായി, പക്ഷെ ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഞാനും ചേസ് ചെയ്തുകൊണ്ടിരുന്നത് സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ്. ഒരിക്കലും ഞാൻ വാച്ച് അവേഴ്സ് എന്നുള്ള സംഭവം തലയിൽ കൊടുത്തിട്ടില്ല. ഞാനും ഫസ്റ്റ് വിചാരിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ സബ്സ്ക്രൈബേഴ്സ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ മോണിറ്റൈസേഷൻ പെട്ടെന്നാവും എന്നൊക്കെയായിരുന്നു ഞാൻ ഫസ്റ്റ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് അറിയായിരുന്നു 1000 സബ്സ്ക്രൈബേഴ്സ് മതി, അതുപോലെ 4000 വാച്ച് അവേഴ്സ് വേണമെന്നൊക്കെ. പക്ഷെ ഞാൻ ചിന്തിച്ചെന്ന് വെച്ചാൽ കുറേ സബ്സ്ക്രൈബേഴ്സ് വരുമ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസിനൊക്കെ ഇങ്ങനെ വ്യൂസ് കയറിക്കൊണ്ടിരിക്കുന്നതായിരുന്നു എൻ്റെ ഒരു വിചാരം. പക്ഷെ അതങ്ങനെയല്ല. യൂട്യൂബ് എപ്പോഴും പുതിയ ആൾക്കാരിലേക്ക് പുഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതും നമ്മളെ വാച്ച് അവേഴ്സ് കൂടുന്നതും. നമ്മളുടെ തന്നെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ വീഡിയോ എല്ലായ്പ്പോഴും കാണണമെന്ന് നിർബന്ധമില്ല. സോ നിങ്ങൾ ഒരിക്കലും സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടണം എന്നുള്ള മൈൻഡിൽ നിങ്ങൾ വീഡിയോ ഇടരുത്. വാച്ച് അവേഴ്സ് കൂട്ടണം. ആ തരത്തിലുള്ള ക്വാളിറ്റി കോണ്ടന്റ്സ് നിങ്ങൾ ഇടണം. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. ഫോക്കസ് ഓൺ ക്രിയേറ്റിംഗ് മോർ ലോങ് ഫോം ക്വാളിറ്റി കോണ്ടന്റ്സ്. അതായത് നമ്മളെല്ലാവരും സ്മോൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് കൂടുതൽ കൺവീനിയൻ്റ് എന്ന് പറയുന്നത് ഷോർട്സ് ആണ്. ഷോർട്സ് നിന്നാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുക. പക്ഷെ നമ്മളെ വാച്ച് അവേഴ്സ് കൂടുന്നത് എപ്പോഴും എവിടെ നിന്നാണ്? ലോങ് ഫോം വീഡിയോസിൽ നിന്നാണ്. നമ്മൾ ഷോർട്സ് എന്ന സമയത്ത് നമുക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് കൂടും, നമ്മളുടെ റീച്ച് കൂടും. പക്ഷേങ്കിൽ അതിലൊരിക്കലും നമുക്ക് വാച്ച് ടൈം കൂട്ടാൻ പറ്റൂല. ആ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ഒരു 30 മിനിറ്റുള്ള വീഡിയോ ഇടണം, അങ്ങനെയല്ല. 8-12 മിനിറ്റൊക്കെ ഉള്ള ഒരു വീഡിയോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ലൈക്ക് ആഴ്ചയിൽ ഈ ഒരു മാസം നിങ്ങൾക്ക് 6 മന്ത്സ് ഉണ്ട്. ഈ ഒരാഴ്ച നിങ്ങൾ 4 വീഡിയോ, ഓരോ ആഴ്ച വെച്ച് ഓരോ 4 വീഡിയോ ലോങ് ഫോം വീഡിയോസ് നിങ്ങൾ ചെയ്യാം. നിങ്ങൾ ചെയ്യുന്ന കോണ്ടന്റിൽ സംതിങ് ആൾക്കാർക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ആയിരിക്കണം. ലൈക്ക് സംതിങ് സോൾവിങ് സംതിങ്. അപ്പോൾ ഷോർട്സ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ ലോങ് ഫോം വീഡിയോസ് ചെയ്യാം. ഇപ്പോഴായിട്ട് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴല്ല, അത് കഴിഞ്ഞിട്ടോ ആൾക്കാർക്ക്, അതായത് ഇപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിന് വ്യൂസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ മന്ത്സ് ലേറ്റർ ആ ഒരു വീഡിയോക്ക് ചിലപ്പം നല്ല വ്യൂസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് അങ്ങനെയുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം. ഓഡിയൻസിന് എന്താ പറയുക, തപ്പി വരാൻ പറ്റുന്ന രീതിയിലുള്ള സെർച്ചബിൾ ആയിട്ടുള്ള യൂട്യൂബ് വീഡിയോസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. എൻ്റെ തന്നെ ബാൻഡ് ലാബിനെ പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെയ്തിട്ട് 2 മാസത്തോളം ആ ഒരു വീഡിയോക്ക് ഒറ്റ വ്യൂസ് ഉണ്ടായിരുന്നില്ല. സംതിങ് 300 or 400 സംതിങ് വ്യൂസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ബാൻഡ് ലാബ് എന്ന് പറയുന്നത് ഒരു ആപ്പാണ്. അത് ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ്. സോ അത് ഇപ്പോൾ 12 months ആയി ആ ഒരു വീഡിയോക്ക് 12K വ്യൂസ് ഉണ്ട്. ആൻഡ് ഓൾസോ അതിന് നല്ല വാച്ച് ഓവർ കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ അത് ആൾക്കാർ മുഴുവനായിട്ട് കണ്ടിരുന്നിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഒരു തെറ്റെന്ന് വെച്ചാൽ ഞാൻ അതൊരു 3 മിനിറ്റ് 4 മിനിറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ഞാനൊരു 12 മിനിറ്റൊക്കെ ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ഓക്കെ ആയിട്ടുണ്ടാവും, എൻ്റെ വാച്ച് അവേഴ്സ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ അന്ന സമയത്ത് എനിക്കിതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നമ്മളൊന്നും ചിന്തിക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് വെറുതെ വീഡിയോ ഇടുന്നു, അത്രയും. നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. നമ്മൾ വീഡിയോ ഇടുന്നു വെറുതെ, പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് വീഡിയോ ഇടുന്നു, പിന്നെ നമ്മൾ ദൈവത്തിനും കൊടുക്കുക. പക്ഷെ അതങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് നമ്മൾ
ചെയ്യും. ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ യൂട്യൂബ് ചാനൽ ഓർക്കുമ്പോൾ നമുക്ക് ഉപകാരപ്പെടുന്ന കുറെ കാര്യങ്ങൾ, ഒന്നുകിൽ കിച്ചൺ വീഡിയോസ്, കുക്കിംഗ് വീഡിയോസ്, അല്ലെങ്കിൽ പിന്നെ ഇംഗ്ലീഷ് പ്രാക്ടീസിങ്, അങ്ങനെ ഒരുപാട് നീഷസ് ഉണ്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലത്തെ കോണ്ടന്റ്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് 6 മാസത്തിൽ മോണിറ്റൈസേഷൻ ചെയ്യണം എന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും വന്നിട്ട് അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ, എൻ്റെ ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് നിർത്താം. അത് നിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സംഭവം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ, യൂസ്ഫുൾ ആയിട്ടുള്ള ഒറ്റ വീഡിയോ നിങ്ങൾ എല്ലാ വീക്കിലും നിങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് എല്ലാ ദിവസവും ഒരു വീഡിയോ ഇടും, എന്നിട്ട് അതിന് യൂസ് കിട്ടുന്നില്ല പറഞ്ഞാൽ ഡിസപ്പോയിന്റഡ് ആയിട്ട് നിങ്ങൾ യൂട്യൂബ് നിർത്തും. പിന്നെയും ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് വരും, 2-3 ആഴ്ച കഴിഞ്ഞിട്ട് വരും, എന്നിട്ട് പിന്നെയും അതിട്ട് പിന്നെയും ഡിസപ്പോയിന്റഡ് ആയിട്ട് പിന്നെയും പോയി. അങ്ങനെ നമ്മുടെ ഓഡിയൻസിന് മനസ്സിലാവണം, ഓക്കെ ഈ ഒരു സമയത്ത് അവരുടെ ഒരു വീഡിയോ വരും. അത് വെച്ച് നമ്മളെ ഓഡിയൻസ് കാത്തിരിക്കണം. ഓക്കെ, അതിപ്പോൾ 1-2 ആൾക്കാരായിക്കോട്ടെ, അത് വെച്ചിട്ട് ആൾക്കാർ കാത്തിരിക്കണം. യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ എങ്കിലും ഒരാഴ്ച ഇട്ട് തുടങ്ങുക. അതുപോലെ നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2-3 ഷോർട്സും എല്ലാ ആഴ്ച ഇട്ട് തുടങ്ങുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മളെ തംബ്നെയിലും ടൈറ്റിലാണ് നമ്മളുടെ വീഡിയോ ആൾക്കാർ ക്ലിക്ക് ചെയ്യാൻ പോണത്. അല്ല, ഒരാള് യൂട്യൂബ് തുറന്ന് നമ്മളുടെ തംബ്നെയിൽ കണ്ട് ക്ലിക്ക് ചെയ്താൽ മാത്രമേ അവർ ആ വീഡിയോ കാണുള്ളൂ. ഇതിപ്പോൾ എത്ര യൂട്യൂബ് റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാലും ആ ആള് നമ്മുടെ തംബ്നെയിൽ കണ്ടിട്ട് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മളുടെ വീഡിയോ അവർക്ക് കാണാൻ പറ്റുള്ളൂ. സോ നമ്മൾ തംബ്നെയിലും ടൈറ്റിലും എന്ന് പറയുന്നത് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. ആ ഒരു ഇംപ്രഷനിലാണ് ആൾക്കാർ നമ്മളുടെ വീഡിയോ വന്നിട്ട് ക്ലിക്ക് ചെയ്യുന്നത്. ആ ക്ലിക്ക് ചെയ്താൽ മാത്രമേ അവർക്ക് നമ്മുടെ വീഡിയോ കാണാൻ പറ്റുള്ളൂ. അവർ പുറത്തുള്ള സംഭവങ്ങളൊക്കെ കാണും, പക്ഷേ ആ തംബ്നെയിൽ നമ്മൾ അടിപൊളിയാക്കിയിട്ട് വെക്കണം. ഭയങ്കര അടിപൊളിയാക്കണം എന്നല്ല, ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കണം ആൾക്കാരിൽ. ഓക്കെ, അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കിട്ടും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അറിയാൻ പറ്റും. ആ ഒരു മൈൻഡ് ഉണ്ടല്ലോ. എന്നുവെച്ചാൽ കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ച് ഭയങ്കര കുത്തിക്കയറ്റി ഒരുപാട് പിക്ചേഴ്സൊക്കെ കുത്തിക്കയറ്റി അങ്ങനെ ചെയ്യണം എന്നല്ല. ജസ്റ്റ് ഒരു 2-3 വേർഡ്സിൽ നിങ്ങളുടെ ഒരു ഫോട്ടോ സൈഡിലോ അങ്ങനെ ഇവിടെയും വെച്ചിട്ട് ജസ്റ്റ് നിങ്ങളുടെ തംബ്നെയിൽ അടിപൊളിയാക്കിയിട്ട് സെറ്റ് ചെയ്യണം. അതുപോലെ ടൈറ്റിൽ നിങ്ങൾക്ക് ഇത് ChatGPT വെച്ചിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. തംബ്നെയിലിൻ്റെ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ്, തംബ്നെയിൽ ഞാൻ ChatGPT വെച്ചിട്ടാണ് ചെയ്യാറ്. അതിൻ്റെ പ്രോംപ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്, സ്റ്റോപ്പ് ട്രൈങ് ടു ബി സോ പെർഫെക്റ്റ്. നമുക്ക് ആർക്കും പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് അത് വലിയ പെർഫെക്റ്റ് ആവണം അങ്ങനെയൊരു വാശിയും നമുക്ക് പാടില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾക്ക് ആവുന്ന രീതിയിൽ നമ്മൾ ചെയ്യാം. അത് പെർഫെക്റ്റ് ആവണം എന്ന് ഒരിക്കലും വിചാരിക്കരുത്. അങ്ങനെ പെർഫെക്റ്റ് ആക്കി വെച്ചിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഒരുപാട് പേരുടെ കമൻസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഒരുപാട് പേര് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതാരും പറഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ ഐ ജസ്റ്റ് ഡോണ്ട് വോണ്ട് യു ടു ഗിവ് അപ്പ്. നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു 6 മാസം കൂടി നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ആ ഒരു 4000 വാച്ച് ഹവേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ വേണ്ടൂ. കുറേ സബ്സ്ക്രൈബേഴ്സ് ഒന്നും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ഉണ്ടാക്കാൻ വേണ്ട. സോ നിങ്ങൾ വാച്ച് ഹവേഴ്സ് കൂട്ടാൻ നോക്കുക. പക്ഷേ നിങ്ങളെ തംബ്നെയിൽ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. തംബ്നെയിലും ടൈറ്റിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾക്ക് ChatGPT വെച്ചിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞിട്ടുള്ളതിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ തംബ്നെയിൽ അടിപൊളിയാക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ തംബ്നെയിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ആൾക്കാർക്ക് നിങ്ങളുടെ വീഡിയോ കാണാൻ പറ്റുള്ളൂ. ലോങ് ഫോം വീഡിയോസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. കൂടുതലും ലോങ് ഫോം വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പം നിങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനത്തെ കാര്യങ്ങളായാലും കുഴപ്പമില്ല. പക്ഷേ അത് ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടൈപ്പിൽ നിങ്ങൾ വീഡിയോസ് ഉണ്ടാക്കുക. ഷോർട്സ് വീഡിയോസ് ചെയ്യാം, പക്ഷേ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾ ലോങ് ഫോം വീഡിയോസിലാണ്. സബ്സ്ക്രൈബേഴ്സ് ചേസ് ചെയ്യുന്നതും നിങ്ങൾ നിർത്തുക. നിങ്ങളെ വാച്ച് ഹവേഴ്സ് നിങ്ങൾ ചേസ് ചെയ്യുക. കീപ് ഗോയിങ് ഓൺ, കീപ് ക്രിയേറ്റിംഗ്. താങ്ക് യു.